വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്ര ഹാപ്പി ട്രെയിൽ. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുവാവയുടെ നൂലുകെട്ട് ചടങ്ങാണ്. വളരെ ചെറിയൊരു ചടങ്ങാണ്. ഇപ്പോൾ ഇവിടെ ഫ്രണ്ട്സും പിന്നെ ഞങ്ങൾ ഫാമിലിയും മാത്രമായിട്ട് ഒരു ചടങ്ങാണ്. അപ്പോൾ നാട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരു ഗ്രൂപ്പ് കോളിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനാണ് ഈ ബാക്കിൽ കാണുന്നത്. അപ്പോൾ കുഞ്ഞുവാവയുടെ ഈ നൂലുകെട്ട് ചടങ്ങും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണിന്ന്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. മോൻ ജനിച്ച് 28ാമത്തെ ദിവസമാണ് കേട്ടോ നൂലുകെട്ട് ചടങ്ങ് നടത്തിയത്. അപ്പോൾ മോൻ്റെ ചെവിയിൽ പേര് വിളിക്കുന്നതും അന്ന് തന്നെയാണ്. ഈ ഒരു ചടങ്ങിന് പ്രധാനമായിട്ടും വേണ്ടത് പേരുമണി, പിന്നെ കരിവള, വയമ്പ്, കൺമഷി, പിന്നെ വെറ്റില അടയ്ക്ക, ഇതൊക്കെ നമ്മൾ മുൻപേ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ അച്ഛനമ്മ വരുമ്പോൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇതിൽ കൺമഷി ഞങ്ങൾ പണ്ടത്തെ രീതിയിൽ മയ്യോടൊക്കെ വെച്ച് വീട്ടിലുണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ എൻ്റെ ഇടത്തി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു മുണ്ട് വെച്ചിട്ട് തിരി ഉണ്ടാക്കി, പിന്നെ ഒരു മൺചെരാത് എടുത്തിട്ട് അതിൽ ആവണക്കെണ്ണ ഒഴിച്ചിട്ടാണ് കത്തിച്ചത്. പിന്നെ മയ്യോടത്തിലും ആവണക്കെണ്ണ തേച്ച് കൊടുത്തു. ആ ഒരു തീ കൊള്ളുന്ന രീതിയിൽ കുറച്ച് സമയം വെച്ചു. അങ്ങനെയാണ് കേട്ടോ കൺമഷി ഉണ്ടാക്കിയെടുത്തത്. എല്ലാ സ്ഥലത്തേക്കും ആ ഒരു തീ എത്തുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി കേട്ടോ കൺമഷി. പിന്നെ അതിലൊന്ന് ആവണക്കെണ്ണ തൊട്ട് പുരട്ടിയെടുത്തപ്പോൾ നല്ല നമ്മൾ കടയിലൊക്കെ വാങ്ങുന്ന പോലത്തെ കൺമഷി പോലെ തന്നെ കിട്ടി. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സേഫായിട്ട് തന്നെ യൂസ് ചെയ്യാം. മോന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കെമിക്കൽസ് ഒന്നുമില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണതാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളത് ഉണ്ടാക്കിയെടുത്തത്. ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്ന സമയത്ത് വാവ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അത് കാരണം ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ വാശിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം എല്ലാ ചടങ്ങും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി. ആദ്യം ചരട് കെട്ടി, പിന്നെ നാവിലെ വയമ്പും പിന്നെ തേനും കൊടുത്തു, പിന്നെ ജോയിൻസിലൊക്കെ വയമ്പ് തേച്ച് കൊടുത്തു കേട്ടോ. പിന്നെ കണ്ണെഴുതിച്ചു, പിന്നെ കരിവള ഇടിയിച്ചു, ആഭരണങ്ങൾ ഇടിയിച്ചു. ഏറ്റവും അവസാനമാണ് കേട്ടോ പേര് വിളിക്കുക. ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നത് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പ്രസൻസ് തന്നെയായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ അച്ഛനമ്മ അവിടെ ഉണ്ട്. പിന്നെ ബാക്കി ഇപ്പോൾ എൻ്റെ വീട്ടുകാരായാലും ഏട്ടൻ്റെ വീട്ടുകാരായാലും എല്ലാവരും ഒരു ഗ്രൂപ്പ് കോൾ വഴി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ആശ്വാസം. ഇപ്പോൾ നമ്മുടെ ഈ ടെക്നോളജി കാരണം നമുക്കിങ്ങനെ ഗ്രൂപ്പ് കോളൊക്കെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കാമല്ലോ. അതൊരാശ്വാസമായിരുന്നു. എന്നാലും ശരിക്കുള്ള ആ ഒരു പ്രസൻസ് നമുക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം വലത്തേ ചെവിയിലാണ് പേര് പറയുക. ഇടത്തേ ചെവി പൊത്തിപ്പിടിച്ച് വലത്തേ ചെവിയിൽ ഭഗവാന്റെ നാമം 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന നാമം എന്താണെന്ന് വെച്ചാൽ അത് വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് അമ്മാവനുണ്ടെങ്കിൽ അമ്മാവൻ, അല്ലെങ്കിൽ അമ്മാവനോ അല്ലെങ്കിൽ അച്ഛനോ ആണ് ഈ ഒരു ചടങ്ങ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുട്ടിയുടെ 2 ചെവിയിലും പേര് പറഞ്ഞതിന് ശേഷം നമ്മളത് പേരെന്താണെന്ന് എല്ലാവരുടെ അടുത്തൊന്ന് വിളിച്ച് പറയണം. പക്ഷേ ഞങ്ങളും ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ വെറൈറ്റി ആയിട്ട് തന്നെ പേര് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ടൊരു നെയിം ബോർഡ് ഞങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ മോൻ്റെ പേര് എല്ലാവരുടെ അടുത്തും റിവീൽ ചെയ്തത്.
അപ്പോൾ മോൻ്റെ പേര് എല്ലാവർക്കും ഇഷ്ടമായോ? ദേവി കൃഷ്ണ എന്നാണ് കേട്ടോ മോൻ്റെ പേര്. ഞങ്ങളുടെ എല്ലാവരുടെയും ദേവൂട്ടൻ. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫോട്ടോ സെഷനിലേക്ക് കടന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ സദ്യയിലേക്ക് കടന്നു. സദ്യ ഞങ്ങൾ 1-2 ഐറ്റംസൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ ഇവിടെ തന്നെയുള്ളൊരു കേരള റെസ്റ്റോറൻറ്റിൽ ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സദ്യയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ രസം ഉണ്ടാക്കി, അച്ചാറുണ്ടാക്കി, പിന്നെ അമ്മ ഈ ഒരു സദ്യ സ്പെഷ്യൽ പാലട പ്രഥമൻ ഉണ്ടാക്കിയിരുന്നു. അത് അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വാവയുടെ ഈ ഒരു നൂലുകെട്ട് ചടങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.